അപ്പോൾ എല്ലാവരും 98ാമത്തെ പേജിലേക്ക് വരിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ഈ ഹ്യൂമൻ സ്കെൽട്ടൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണിത്. നമ്മളിവിടെ ഇന്ന് കാണാൻ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് തന്നിരിക്കുന്ന 3 പോയിന്റുകളാണ് ആദ്യമായിട്ട് കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് 2 ഡിവിഷൻസ് ഓഫ് ഹ്യൂമൻ സ്കെൽട്ടൻ, അതായത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എന്താണ് പറയുന്നത്, ആ മനുഷ്യ അസ്ഥികൂടത്തിൻ്റെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആ 2 ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 97ാമത്തെ പേജിൽ നിങ്ങൾ നേരെ മുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ അസ്ഥികൂടത്തെ, ഹ്യൂമൻ സ്കെൽട്ടനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ആക്സിൽ സ്കെൽട്ടൻ എന്നും അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടമെന്നും, രണ്ടാമത്തത് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ അല്ലെങ്കിൽ അനുബന്ധാസ്ഥികൂടമെന്നും ആയിട്ടാണ് 2ആയിട്ട് തിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങളും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഓൾറെഡി നിങ്ങളോർക്ക് പറഞ്ഞു തന്നതാണ്, എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്. എന്താണ് ആക്സിൽ സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ? ആക്സിൽ സ്കെൽട്ടൻ കൺസിസ്റ്റ് ഓഫ് ദ ബോൺസ് സീൻ ഇൻ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി. അതായത് ആക്സിൽ സ്കെൽട്ടൻ നമ്മളുടെ ശരീരത്തിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് ഓഫ് ഇൻ അവർ ഹെഡ്, നെക്ക്, ബാക്ക് ആൻഡ് ചെസ്റ്റ്. അതായത് ആക്സിൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത് ഉൾപ്പെടുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ സെൻട്രൽ ഭാഗത്താണ്. ഈ സ്കെൽട്ടനിൽ ഉൾപ്പെടുന്ന ബോണുകൾ അല്ലെങ്കിൽ അസ്ഥികൾ എന്ന് പറയുന്നത് തലയോട്ടി, അത് കഴുത്തിലുള്ള അസ്ഥികൾ, ബാക്ക് സൈഡിലുള്ള അസ്ഥികൾ, അതുപോലെ തന്നെ നമ്മളുടെ ചെസ്റ്റിലുള്ള അസ്ഥികളാണ്. രണ്ടാമതായിട്ട് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ, അതായത് നിങ്ങൾക്കറിയാം ഈ ഹ്യൂമൻ സ്കെൽട്ടൻ 2 ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തേതാണ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. അപ്പൻഡിക്കുലർ സ്കെൽട്ടനിൽ ഉൾപ്പെടുന്ന ഏതെല്ലാമാണ്? അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ കൺസിസ്റ്റ് ഓഫ് ദ ബോൺസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ ആക്സിസ്. അതായത് സെൻട്രൽ ആക്സിസിനോട് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശരീരത്തിൻ്റെ ബാക്കിയുള്ള എല്ലുകളെയാണ് എന്ത് പറയുന്നത്? അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. നമ്മളുടെ അപ്പൻഡിക്കുലർ സ്കെൽട്ടനിൽ ഉള്ള ബോണുകൾ അല്ലെങ്കിൽ അസ്ഥികൾ ഏതെല്ലാമാണ്? സെൻട്രൽ ആക്സിസിന് അല്ലാത്തതായിട്ടുള്ള അസ്ഥികളെ എല്ലാത്തിനെയും കൂടിയാണ് നമുക്ക് എന്ത് പറയുക, അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആക്സിസ് സ്കെൽട്ടനിൽ ഇല്ലാത്ത എല്ലാ ഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നമ്മുടെ തുടയെല്ല്, കാടിയെല്ല്, നമ്മുടെ തുടയെല്ല്, കാല്, എൽബോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ എല്ലുകളെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി രണ്ടാമത്തെ ഇൻഡിക്കേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ ടോട്ടലായിട്ട് മൊത്തമായിട്ട് എത്ര എല്ലുകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം 206 ബോൺസ്, അതായത് 206 ബോൺസ് ആർ ദെയർ ഇൻ ഹ്യൂമൻ സ്കെൽട്ടൻ. അതായത് 206 ബോണുകളാണ് ഒരു മനുഷ്യൻ്റെ സ്കെൽട്ടനിൽ ഉള്ളത്. മൂന്നാമതായിട്ട് നമ്പർ ഓഫ് ബോൺസ് ഇൻ ദ ആക്സിൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അക്ഷാസ്ഥികൂടത്തിൻ്റെയും അനുബന്ധാസ്ഥികൂടത്തിൻ്റെയും അസ്ഥികളുടെ എണ്ണം. അതായത് ആക്സിൽ സ്കെൽട്ടൻ എന്ന് വെച്ചാൽ അക്ഷാസ്ഥികൂടമാണെന്നും അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് വെച്ചാൽ അനുബന്ധാസ്ഥികൂടമാണെന്നും നിങ്ങൾക്കറിയാം. ഇവയുടെ 2 ടോട്ടലായിട്ടുള്ള എണ്ണം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, നമ്മളുടെ ആക്സിൽ സ്കെൽട്ടൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 80 ബോൺസ്. അതായത് നമ്മളുടെ ആക്സിൽ സ്കെൽട്ടനിൽ എത്ര ബോണുകളാണുള്ളത്? 80 ബോണുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 126 ബോൺസ്. അതായത് നമ്മളുടെ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ 126 ബോണുകളും ആക്സിൽ സ്കെൽട്ടന് 80 ബോണുകളും. ഇത് 2 കൂടി ചേർന്നാണ് 206 ബോണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി 98ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പൊസിഷൻ ആൻഡ് നമ്പർ ഓഫ് ബോൺസ് ഇൻ ഈച്ച് പാർട്ട് ഓഫ് ദ സ്കെൽട്ടൻ. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതെല്ലാമാണ് മനസ്സിലായത്? അസ്ഥികൂടത്തിൽ അസ്ഥികളുടെ എണ്ണം ഓരോ ഭാഗത്തുള്ള ഏതെല്ലാം? ആക്സിൽ
സ്കെൽട്ടണിലും അപ്പൻഡിക്കുലർ സ്കെൽറ്റനിലുമുള്ള അസ്ഥികളുടെ എണ്ണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. വാട്ട് ആർ ദ സ്ട്രക്ചറൽ പെക്യൂലിയാരിറ്റീസ് ഓഫ് ബോൺ? അതായത് ഈ ബോണിൻ്റെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ. സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ ഘടനാപരം, പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ചാൽ സവിശേഷതകൾ. അപ്പം ഈ അസ്ഥികളുടെ ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ എന്തെല്ലാമാണ്? ചുവടെ നൽകിയ വിവരണം സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബിലോ. അതായത് വിശകലനം ചെയ്യണം. ഏത്? താഴെ തന്നിരിക്കുന്ന വിവരണം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഇൻഡിക്കേറ്റേഴ്സിനനുസരിച്ച് ഒരു നോട്ട് തയ്യാറാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ യെല്ലോ ഇത് കോളത്തിനകത്തായിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഈസ് ദ നമ്പർ ഓഫ് ബോൺസ് സെയിം ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൽട്ട്? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കുട്ടികളിലും പ്രായപൂർത്തിയായവരിലും ഒരേ എണ്ണത്തിലാണോ എന്തുള്ളത്? നമ്പർ ഓഫ് ബോൺസ്, അതായത് എല്ലുകളുടെ എണ്ണം ഒരുപോലെയാണോ? വാട്ട് ഈസ് ദ റീസൺ? ഫൈൻഡ് ഔട്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക, അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക. ഓക്കെ, ഈസ് ദ നമ്പർ ഓഫ് ബോൺസ് സെയിം ഇൻ ദ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്? അതായത് കുട്ടികളിലും പ്രായപൂർത്തിയായവരിലും ഒരേ എണ്ണം ബോണുകൾ അല്ലെങ്കിൽ എല്ലുകളാണോ ഉള്ളത്? വാട്ട് ഈസ് ദ റീസൺ? അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുക. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഉത്തരമായിട്ട് പറയാം, എ ബേബി ഹാസ് എബൌട്ട് 300 ബോൺസ് അറ്റ് ബർത്ത്. അതായത് ഒരു ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ 206 അല്ല 300ഓളം അസ്ഥികളുമായിട്ടാണ് ജനിക്കുന്നത്. ദിസ് ഇവഞ്ച്വലി ഫ്യൂസ് അല്ലെങ്കിൽ ടുഗെദർ, അതായത് ഇവ എന്ത് ചെയ്യുന്നു? അവ ഒന്നിച്ച് ചേർന്ന് 206 തീരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉള്ള ബോണുകളുടെ എണ്ണം അല്ലെങ്കിൽ അസ്ഥികളുടെ എണ്ണം 300. അത് കാലക്രമേണ ഒന്നിച്ചു ചേർന്ന് 206 തീരും അവനൊരു പ്രായപൂർത്തിയാവുമ്പോഴേക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് ദ റീസൺ ഈസ് ആസ് ദ ബേബി ഗ്രോ ദെയർ സ്മോളർ ബോൺസ് ജോയിൻ ടുഗെദർ ആൻഡ് ക്രിയേറ്റ് ലാർജർ ബോൺസ്. ഇതിൻ്റെ കാരണം എന്താണ്? ഒരു കുട്ടി വളരുന്നതിനനുസരിച്ച് അവൻ്റെ ചെറിയ എല്ലുകൾ അല്ലെങ്കിൽ കൂടുതലുള്ള എല്ലുകളിൽ ചിലത് ഒന്നിച്ചു ചേർന്ന് വലിയ എല്ലുകളായി തീരുന്നു. സോ ദ റീസൺ എന്താണ്? ഒരു കുട്ടി ജനിക്കുമ്പോൾ 300ഓളം എല്ലുകളുണ്ടെങ്കിലും അവൻ വളരുന്നതിൻ്റെ അനുസരിച്ച് ആസ് ഹി ഗ്രോസ് ദ നമ്പർ ഓഫ് ബോൺസ് ബിക്കം 206. ഈ ബോണുകളുടെ അല്ലെങ്കിൽ അസ്ഥികളുടെ എണ്ണം 206 തീരുന്നു. ദ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അവൻ വളരുന്നതിനനുസരിച്ച് അവൻ്റെ എല്ലുകൾ ഒന്നിച്ചു ചേർന്ന് അത് എണ്ണത്തിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ബോൺസ് എന്നുള്ളതാണ്. അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം.